നാമജപത്തിന്റെ ശക്തി എന്ത് എന്ന് ചോദിച്ചാൽ എങ്ങനെ നാമജപത്തിന്റെ ശക്തി എന്താണെന്ന് എങ്ങനെ പറയാ? നിങ്ങൾ രാമായണം നല്ലോണം കേട്ടു, കഥകൾ കേട്ടു, കഥാപാത്രങ്ങളെ കുറിച്ച് കേട്ടു, നിത്യജീവിതത്തെ കുറിച്ചൊക്കെ കേട്ടൂലേ? അത് നാമജപത്തിന്റെ ശക്തിയാൽ ശക്തി ആർജിച്ച ഒരാളുണ്ട്. ആരാള്? വാൽമീകി അല്ലെ? അദ്ദേഹം നാമജപം കൊണ്ട് ഗംഭീരനായി തീർന്ന ആളാണ്. എന്താ കാര്യം? അയാൾ ഒന്നും അറിയാത്ത കഥയിൽ കാട്ടുകള്ളൻ എന്ന് പറഞ്ഞിരുന്ന രത്നാകരൻ എന്ന ആളെ എന്ത് ചെയ്തു? ഇന്ന് ലോകമറിയപ്പെടുന്ന രാമായണം എഴുതി നമുക്ക് തരാൻ സാധിക്കുന്ന തരത്തിലേക്ക് ഉയർന്നു വന്നു. അദ്ദേഹത്തിന് 2 അക്ഷരങ്ങളെ കൊടുത്തുള്ളൂ നമ്മുടെ സപ്തർഷികൾ. എന്താ അക്ഷരങ്ങൾ? രാമ എന്ന 2 അക്ഷരം. രാമ എന്ന 2 അക്ഷരം ജപിച്ചുകൊണ്ട്, ഇപ്പൊ കാട്ടുകള്ളനാണോ കള്ളനായില്ലെങ്കിൽ പോലും അത്രയും സംസ്കാരമില്ലാത്തവരാണോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഒരു ഉയർച്ച ഉണ്ടായിരുന്നോ എന്നതിനെ കുറിച്ചൊന്നും നമുക്ക് സംശയിക്കേണ്ട. അങ്ങനെയുള്ള ഒരു വ്യക്തി ഒരു 2 അക്ഷരങ്ങളാകുന്ന രാമ എന്ന അക്ഷരം ജപിച്ചുകൊണ്ട് രാമായണ പുസ്തകം എഴുതുന്ന വാൽമീകിയായി മാറി. മനസ്സിലായോ? അപ്പോ മനസ്സിലായില്ലേ? ആ 2 അക്ഷരങ്ങളുടെ ശക്തി എത്രയുണ്ട് എന്ന് മനസ്സിലായില്ലേ? അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ചെറിയൊരു കാര്യം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നിത്യകർമാനുഷ്ഠാനങ്ങളുണ്ട്. രാവിലെ എങ്ങനെയാണ് എഴുന്നേൽക്കേണ്ടത്, രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, മനസ്സിലായോ? രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ നമ്മൾ അല്ലെ, ആചാര്യന്മാർ കുറെ ആളുകൾ വന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താ ചെയ്യുക? ആരെങ്കിലും കൈ നോക്കി പ്രാർത്ഥിക്കുന്ന ആളുകളുണ്ടോ? ഉണ്ടോ? എന്താ പറയൂ, ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ അല്ലെ. കയ്യിൽ നോക്കി എന്ത് പ്രാർത്ഥിക്കും? കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി അല്ലെ എന്ന മന്ത്രം ജപിച്ചുകൊണ്ട് നമ്മൾ കയ്യിൽ നോക്കി എഴുന്നേൽക്കുന്ന ആളുകളാണ്. അങ്ങനെ ആവണം. അത് നമ്മുടെ ഒരു ശീലമാക്കി മാറ്റണം. അത് നമ്മുടെ നിത്യകർമാനുഷ്ഠാനത്തിന്റെ ഭാഗം തന്നെയാണ്, സംശയമില്ല. നമുക്ക് ഹിന്ദുക്കൾ എന്ന് പറയുന്ന നമ്മളെ സംബന്ധിച്ച് എന്താ ഹിന്ദുക്കൾ എന്ന് പറയുന്നത്? സനാതന ധർമ്മത്തിൽ ഭാരതീയ സംസ്കാരത്തിൽ ജീവിക്കുന്നവരെ എല്ലാവരും ഹിന്ദുക്കളാണ്. ആ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ മുന്നിലുള്ള ഋഷിമാര് നമുക്ക് കാണിച്ചു തന്ന വഴിയിലൂടെ ജീവിക്കുക എന്നതാണെങ്കിൽ നമുക്ക് എഴുന്നേൽക്കുമ്പോൾ നിത്യകർമാനുഷ്ഠാനത്തിൽ രാവിലെ തന്നെ നമ്മുടെ കയ്യിലേക്ക് നോക്കി ലക്ഷ്മിയും ദേവിമാരും എല്ലാം എൻ്റെ കയ്യിലുണ്ട് എന്ന് ഉറപ്പുവരുത്തുന്നു. മനസ്സിലായോ? ഈ കൈ കൊണ്ട് ഇനി ഞാൻ ഇന്ന് അശുദ്ധമായിട്ടൊന്നും ചെയ്യില്ല, അല്ലെങ്കിൽ അക്രമമായിട്ടൊന്നും ചെയ്യില്ല, വേണ്ടാത്തതൊന്നും ചെയ്യരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇവരൊക്കെ എൻ്റെ കയ്യിലുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അങ്ങനെയല്ലേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടാണ് നമ്മൾ എഴുന്നേൽക്കുക. ആ മന്ത്രം ജപിക്കുന്നതിന്റെ കൂട്ടത്തില് ഈ രാമായണ മാസമല്ലേ, അപ്പൊ നമുക്ക് അതിന്റെ കൂട്ടത്തിൽ ഇനി നിങ്ങൾ മന്ത്രം ജപിച്ചാലും ജപിച്ചില്ലെങ്കിലും ഒരു ചെറിയ മന്ത്രം കൂടി ഞാൻ അതിന്റെ കൂട്ടത്തിൽ പറഞ്ഞു തരാം. രാമായണ മാസത്തില് നിങ്ങളുടെ അടുത്ത് പറഞ്ഞ ഈ രത്നാകരൻ എന്ന കാട്ടില് ജീവിച്ചിരുന്ന, പിടിച്ചുപറിച്ച് ജീവിച്ചിരുന്ന രത്നാകരനെ തടുത്തു നിർത്തി, രത്നാകരൻ തടുത്തു നിർത്തിയ സപ്തർഷികളിൽ നിന്ന് പിടിച്ചു പറിക്കാൻ പോയപ്പോ ആ സപ്തർഷികള് രത്നാകരനോട് പറയാണ്, നീ എന്തിനു വേണ്ടിയാണ് ഈ ഇത്രയും വലിയ പാപമൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഇതൊക്കെ ഒന്ന് നിർത്തിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ രത്നാകരൻ അങ്ങോട്ട് പറയാണ്, ഞാൻ ഈ പാപങ്ങളൊക്കെ ചെയ്യുന്നത് എനിക്ക് വേണ്ടി മാത്രമല്ല അല്ലെ. ആർക്ക് വേണ്ടിയിട്ടാ? എൻ്റെ വീട്ടിൽ എൻ്റെ ഭാര്യയുണ്ട്, കുട്ടികളൊക്കെ ഉണ്ട്, അവർക്കും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഈ പാപങ്ങളൊക്കെ, ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നത് എന്ന് രത്നാകരൻ പറയുന്നു. അപ്പോഴാണ് സപ്തർഷികൾ ചോദിക്കുന്നത്, നീയെ ചെയ്യുന്ന ഈ പാപങ്ങളുടെ ഫലം നിന്റെ ഭാര്യയും കുട്ടികളൊക്കെ അനുഭവിക്കാൻ, അവരും കൂടി നിന്റെ കൂടെ അനുഭവിക്കാൻ തയ്യാറാണോ എന്ന് ചോദിക്കുമ്പോൾ, എന്നാൽ ഞാൻ ചോദിച്ചിട്ട് വരാമെന്നും പറഞ്ഞ് സപ്തർഷികൾ തന്നെ രത്നാകരനെ വീട്ടിലേക്ക് പറഞ്ഞേക്കാണ്. അവിടെ പോയിട്ട് രത്നാകരനെ വിളിച്ച് ചോദിച്ചു ഭാര്യയുടെ അടുത്ത്, എന്താ ചോദിക്കാൻ പറഞ്ഞേ? ഞാൻ ചെയ്യുന്ന ഈ പാപങ്ങളുടെ ഫലം നിങ്ങൾ കൂടി എൻ്റെ കൂടെ അനുഭവിക്കോ എന്ന് ചോദിക്കാൻ പറഞ്ഞയച്ചപ്പോ രത്നാകരന്റെ ഭാര്യ അവിടെ നിന്ന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം, ഭാരതത്തിലെ നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് തന്നെ ചേർക്കാൻ സാധിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മന്ത്രം രത്നാകരന്റെ ഭാര്യ അവിടുന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ മന്ത്രം? താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. രാവിലെ ജപിക്കണ മന്ത്രം കരാഗ്രേ വസതേ ലക്ഷ്മി കരമധ്യേ സരസ്വതി കരമൂലേ ഗോവിന്ദ പ്രഭാതേ കരദർശനം എന്ന് പറഞ്ഞ് എഴുന്നേൽക്കുന്ന നമ്മൾക്ക് വേണമെങ്കിൽ അതിന്റെ കൂടെ ജപിക്കാവുന്ന ഈ കർക്കിടക മാസത്തിൽ ഇന്ന് തൊട്ട് നിങ്ങൾക്ക് ജപിക്കാവുന്ന വലിയൊരു മന്ത്രമാണ് എന്ത്? ഞാൻ ചെയ്യുന്ന പാപങ്ങളുടെ ഫലം അനുഭവിക്കാൻ ഞാൻ മാത്രമേ ഈ ഭൂമിയിൽ ഉണ്ടാവുള്ളൂ. മനസ്സിലായോ? ഞാൻ ചെയ്യുന്ന ഏതൊരു പാപത്തിന്റെയും ഫലം അനുഭവിക്കാൻ എനിക്ക് ആ പാപത്തിന്റെ ഫലം ഞാൻ തന്നെ അനുഭവിച്ച് തീർക്കണം എന്നാണ് പറഞ്ഞത്. അങ്ങനെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ കയ്യിൽ നോക്കി മന്ത്രം ജപിച്ചു കഴിഞ്ഞാൽ അടുത്തത് എന്താ മന്ത്രം ജപിക്കാന്നറിയോ? സമുദ്രവസനേ ദേവി പർവ്വതസ്ഥല മണ്ഡലേ. കേട്ടിട്ടുണ്ടോ? ഭൂമിയിൽ തൊട്ടുകൊണ്ട് മന്ത്രം ജപിച്ച് നമുക്ക് താഴേക്ക് ഇറങ്ങാം. കട്ടിലാണെങ്കിൽ ഞാൻ ഈ പവിത്രമായ ഈ ഭൂമിയെ നമ്മൾ ആരായിട്ട് കണക്കാക്കുന്നത്? ഭൂമി ദേവിയായിട്ട് കണക്കാക്കുന്നത് അല്ലെ. അങ്ങനെയുള്ള ദേവിയെ നമ്മൾ ചവിട്ടുകയാണ്. നിങ്ങൾ അത് കഴിഞ്ഞ് കുളിക്കാൻ പോയാൽ എന്താ? അവിടെയും മന്ത്രം.
ഗംഗേ ച യമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധം ഗുരു. എന്താ മന്ത്രം? നമ്മൾ ബാത്റൂമിലാണ് കുടിക്കുന്നതെങ്കിലും ഈ പുണ്യനദികളിലെ വെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ വെള്ളം പുണ്യനദിയിലെ വെള്ളമായി മാറി എന്നെ ശുദ്ധീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം എടുത്തിട്ട് ഒഴിക്കുക. ശരി, അത് കഴിഞ്ഞാലോ കഴിക്കുമ്പോഴും മന്ത്രം അല്ലെ? കഴിക്കുമ്പോൾ മന്ത്രം ജപിക്കാറുണ്ടോ? ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ ഒരു നിത്യ ദിവസം തുടങ്ങുന്നത് തന്നെ ഈ മന്ത്രോച്ചാരണങ്ങളിലൂടെ തുടങ്ങുന്ന മന്ത്രം നമുക്ക് കിടന്നുറങ്ങുന്നവരെയും ജപിക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഋഷീശ്വരന്മാർ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ എന്ത് വേണം? കുളി കഴിഞ്ഞ് വന്നു, ഭക്ഷണം കഴിക്കുമ്പോൾ മന്ത്രം, പല്ല് തേക്കുമ്പോൾ മന്ത്രം, മനസ്സിലായോ? ഇങ്ങനെ മന്ത്രച്ചടങ്ങളിലൂടെയുള്ള ഒരു ജീവിതചര്യ. അങ്ങനെ മന്ത്രം ജപിക്കുന്ന ഒരാൾക്ക് ഈ മന്ത്രങ്ങൾ കൊണ്ട് തന്നെ നമ്മുടെ ശക്തിയെ ഉയർത്താൻ സാധിക്കും. മനസ്സിലായി? ആ മന്ത്രജപങ്ങൾ കൊണ്ടാണ് നമ്മുടെ ശക്തിയെ മുകളിലോട്ട് ഉയർത്തേണ്ടത്. അപ്പോ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായി മാറ്റുക എന്നതാണ്. ഇപ്പൊ ഈ മന്ത്രങ്ങളൊക്കെ ഇനിയിപ്പോ എനിക്ക് അയ്യോ ഇതൊക്കെ പറഞ്ഞ് ഇതൊക്കെ പഠിക്കാൻ പറ്റും. ഇനിയിപ്പോ ഈ മന്ത്രങ്ങളൊക്കെ പറ്റില്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രമാണ്. എന്താ മന്ത്രം പറഞ്ഞത്? രാമ രാമ എന്നെങ്കിലും ജപിക്കുക. ആരോട് ചോദിക്കണ്ടല്ലോ. എപ്പോഴാ ജപിക്കേണ്ടത്? എപ്പോഴാ ഈ മന്ത്രങ്ങളൊക്കെ ജപിക്കേണ്ടത്? എപ്പോഴാ ജപിക്കുക? രാവിലെ വൈകുന്നേരത്തോ? സന്ധ്യാസമയങ്ങളിൽ അല്ലെ? സന്ധ്യാസമയങ്ങളിൽ ഇങ്ങനെയുള്ള ധ്യാന ശ്ലോകങ്ങളും മന്ത്രങ്ങളൊക്കെ ജപിക്കുക. എന്താ ഈ സന്ധ്യാസമയം? എപ്പോഴാ സന്ധ്യകൾ? എത്ര സന്ധ്യ ഉണ്ട് ഒരു ദിവസം? എത്ര സന്ധ്യയുണ്ട്? രണ്ടെണ്ണം അല്ലേ? പിന്നെ ഇനി ഉണ്ടോ? ഒരു സന്ധ്യ ഉണ്ടല്ലോ അല്ലെ? നമ്മളെവിടെ പോയിട്ട് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ തമ്മിൽ തന്നെ തക്കണേ. ഒരാൾ 1 പറയും, ഒരാൾ 2 പറയും, ഒരാൾ 3 പറയും. ഇങ്ങനെ തക്കാണ്. അതാണ് ഒരു കൃത്യതയിലേക്ക് നമ്മളങ്ങനെ എത്തിയിട്ടില്ലേ. അത്രേ ഉള്ളൂ. വേറെ കുഴപ്പമൊന്നുമില്ല. 1, 2, 3 എന്നൊക്കെ പറയാനായല്ലോ. അതിന്റെ വലിയ കാര്യമല്ലേ അല്ലേ? അപ്പൊ നമുക്ക് ആധ്യാത്മികമായി ഉയർന്ന ഒരാളെ സംബന്ധിച്ച് 3 സന്ധികളുണ്ട്. അതല്ലാത്ത സാധാരണ ഭക്തനെ സംബന്ധിച്ച് 2 സന്ധികളുണ്ട്. എന്താ 2 സന്ധ്യ? സൂര്യകിരണങ്ങളുടെ ശക്തി കുറയുകയും ചന്ദ്രകിരണങ്ങൾ ശക്തി ആർജിച്ചിട്ടുമില്ല. അതേതാ സന്ധ്യ? വൈകുന്നേരത്തെ സന്ധ്യ അല്ലെ? അപ്പൊ എന്തായി? സൂര്യകിരണങ്ങളുടെ ശക്തി കുറഞ്ഞു, ചന്ദ്രകിരണം ശക്തി ആർജിച്ചോ? ആയിട്ടില്ല. അപ്പോൾ ആ സന്ധ്യ. എങ്ങനെ നമ്മൾ സന്ധ്യ മനസ്സിലാക്കുക? എങ്ങനെ? ബാറ്റ് പിടിച്ച് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സന്ധ്യ. മനസ്സിലായോ? മനസ്സിലായില്ലേ? ഇപ്പൊ സന്ധ്യ ഏകദേശം മനസ്സിലായില്ലേ? ബാറ്റും പിടിച്ച് സീരിയൽ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഹിന്ദുവിന്റെ സന്ധ്യ. മറ്റുള്ളവർക്ക് അങ്ങനെയല്ല. അപ്പൊ ചന്ദ്രകിരണങ്ങളുടെ ശക്തി കുറയുകയും സൂര്യകിരണങ്ങളുടെ ശക്തി ആർജിച്ചിട്ടുമില്ല. അതേതാ സന്ധ്യ? രാവിലത്തെ സന്ധ്യ അല്ലേ? എത്ര മണിക്ക് എഴുന്നേക്കണം രാവിലെ? സമയമുള്ള ഒരു സമയത്ത് നമ്മൾ എഴുന്നേക്കും. വാച്ചിലൊരു സമയത്ത് നമ്മൾ എഴുന്നേക്കും. കുട്ടിയെ സ്കൂളിലേക്ക് പോകാൻ പാകത്തിന് ഞങ്ങൾ എഴുന്നേൽക്കാറുണ്ട്. അതിനുവേണ്ടി കഠിനമായ അധ്വാനം നമ്മൾ ചെയ്യാറുണ്ട്. അങ്ങനെ എങ്ങനെയെങ്കിലൊക്കെ അങ്ങോട്ട് പാത്രത്തിൽ ചോറൊക്കെ ആക്കിയിട്ട് അങ്ങോട്ട് കയറ്റി വിടും. അതന്നെയാണ് നമ്മുടെ സന്ധ്യ. ഇതന്നെ നമ്മുടെ ബ്രഹ്മമുഹൂർത്തം അല്ലേ? രാവിലെ ഒരു 5 മണിക്കെങ്കിലും ബ്രാഹ്മമുഹൂർത്തത്തിൽ എഴുന്നേൽക്കണം എന്നാണ്. ഇനിയിപ്പോൾ അതൊക്കെ വിടുക. കുറച്ചെങ്കിലും നേരത്തെ എഴുന്നേൽക്കാൻ ശീലിക്കണം. മനസ്സിലായോ? ഈ കുട്ടികളെ എഴുന്നേൽപ്പിക്കാനും ശീലിക്കണം. ഞാൻ ചോദിച്ചു കൂടി അങ്ങോട്ട് എന്നെ വിളിച്ചപ്പോൾ ചോദിച്ചു കുട്ടികളൊക്കെ ഉണ്ടാവുമോ നമ്മുടെ ഇവിടെ ചോദിച്ചു. പിന്നെ നിങ്ങൾ എല്ലാവരും കുട്ടികളായതുകൊണ്ട് എനിക്ക് പിന്നെ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. മനസ്സിലായില്ലേ? ഒരു കുട്ടിയെങ്കിലും പേരിന് എന്റെ മുന്നിലുണ്ടല്ലോ. അപ്പൊ നമ്മുടെ അമ്മമാർ മതി. ആദ്യം ഇതൊക്കെ പഠിക്കേണ്ടത് അമ്മമാരാ. അമ്മമാര് പഠിച്ച് അച്ഛന്മാരും അമ്മമാരും കൂടി ആർക്ക് കൊടുക്കണം? കുട്ടിക്ക് കൊടുക്കണം. നിങ്ങൾ ദിവസവും കുളിക്കുക, കൃത്യസമയത്ത് സ്വാമി റൂമിന്റെ മുന്നിൽ പോയിരിക്കുക, അവിടെ ഇരുന്ന് നാമം ചെല്ലാൻ തുടങ്ങുക. അപ്പോഴാണ് ആര് വന്നിരിക്കും? അടുത്ത് ആര് വരും അല്ലെ? നിങ്ങൾ വീടിന്റെ ഉള്ളില് അടുക്കളയില് ഫോണും വെച്ച് യൂട്യൂബും കണ്ടുകൊണ്ടിരുന്ന് കുട്ടിയോട് കുളിക്ക് നീ പോയി വിളക്ക് കത്തിക്കുക എന്ന് പറഞ്ഞാൽ കുട്ടി പോയി വിളക്ക് കത്തിക്കോ? കുളിക്കോ? ഇല്ല. അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? നമ്മൾ മാതൃകയായി മാറുമ്പോഴാണ് എന്ത് സംഭവിക്കുക? അവരും നമ്മുടെ കൂടെ വരിക. അപ്പൊ സന്ധ്യാസമയങ്ങളിൽ നാമം ജപിക്കണം. സന്ധ്യാസമയങ്ങളിൽ നാമം ജപിക്കണം. രാവിലെയും വൈകുന്നേരം നാമം ജപിക്കാം മിനിമം. ഞാൻ എന്താ പറഞ്ഞ്? ആത്മീയമായി ഉയർന്ന ഒരു ശബരിമലയ്ക്ക് മാലിയിട്ട ഒരാളെ സംബന്ധിച്ച് ഉച്ചയ്ക്ക് കൂടി ഒരു സന്ധ്യ ഉണ്ട്. മനസ്സിലായോ? ഉച്ചയ്ക്ക് കൂടി കുളിച്ചിട്ടേ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കൂ അല്ലെ സ്വാമിമാര്? അപ്പൊ ആ ഒരു നിലവാരത്തിലേക്ക്. അപ്പൊ സാധാരണക്കാരായ നമ്മൾ എന്ത് ചെയ്യാം? നമുക്ക് ജോലികളുണ്ട്. അതിന് പോകേണ്ട ഭാഗത്തിൽ നമുക്ക് രാവിലെയും വൈകുന്നേരവും നമ്മുടെ കുട്ടികളെ ഒരു 5 മിനിറ്റ്, 24 മണിക്കൂർ ഉണ്ടല്ലോ, അതിലൊരു 5 മിനിറ്റോ 10 മിനിറ്റെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ശുദ്ധമായ സ്ഥലത്ത് വിളക്ക് കത്തിച്ച് വെച്ച് അവിടെ ഇരുന്ന് കുറച്ചെങ്കിലും ഒരു നാമജപം കുളിച്ച് കുറിയിടുക, ഭസ്മധാരണം നടത്തുക, വൈകുന്നേരത്ത് രാവിലെയും കുളിച്ച് വിളക്കൊക്കെ കത്തിച്ച് നാമം ജപിക്കാൻ പഠിക്കുക. ഈ നാമജപമാണ് നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ മനസ്സിനെ എല്ലാം മാറ്റിയെടുക്കുക.